PS അശോക് കുമാർ? അതെ. സാറിനൊരു രജിസ്റ്റേഡ് ഉണ്ട്. ജവഹർ കോളേജിലായിരുന്നല്ലേ താമസം? ഇവിടേക്ക് റീഡയറക്ട് ചെയ്താ. സാർ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണല്ലേ? അതെ അതെ. ഇതിരിക്കട്ടെ. ഒന്നും പറ്റിയില്ല. എനിക്കൊരു ജോലി കിട്ടി. മഹാദേവ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട്. പോസ്റ്റിംഗ് ഇവിടെ തന്നെ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. എല്ലാം മോഡ് ഐശ്വര്യ ആണോടാ? അച്ഛന് ജോലി കിട്ടിയെന്ന്. അച്ഛന് ജോലി കിട്ടിയടാ. വരുന്നു. എന്താ? ഞാൻ ഇറങ്ങുന്നു. പിന്നെ ആ ബാലപ്പനോ തങ്കപ്പനോ വിളിച്ചാൽ എനിക്ക് ജോലി കിട്ടിയ വിവരം തൽക്കാലം അമ്മരോട് പറയരുത്. അതെന്താ? അത് വേണ്ട, അത് ശരിയാവില്ല. പിന്നെ മോളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാൽ മതി. അശോകന്റെ സമാധാനത്തോടെ പൊയ്ക്കോ. അക്കനോ അച്ഛൻ പോയിട്ട് വരട്ടെ. നല്ല സമയത്താ മോളുടെ ജനനം. ജോത്സ്യനെ കണ്ട് ജാതകം എഴുതി വാങ്ങണം. ശിവരാമ പണിക്കരെ മിടുക്കന എഴുതി വെച്ച കാര്യങ്ങൾ അതുപോലെ നടക്കും. സാർ, ഫയല് സാർ. പക്ഷെ അശോക് കുമാർ വന്നിട്ടുണ്ട്. കേറി വരാൻ പറ. ശരി സാർ. ഹലോ, അകത്തേക്ക് എന്നോളൂ. யாரு? மயில்சாமியா? வணக்கம் வணக்கம். லோடு இங்கிருந்து கார்கோயில் அனுப்பியாச்சு. ஆமா, கொலம்போ வழிதான். இங்க சின்ன செக்யூரிட்டி ப்ராப்ளம் வந்ததுனால கிளியரன்ஸ் முடியறதுக்கு ஒரு 2 days 4 days டிலே இருக்கு. அது கார்கோ அங்க எத்தும் போது நீங்க நம்ம பெங்களூர் ஆபீஸ் இல்லையா, அவரை கான்டாக்ட் பண்ணுங்க. சரி, ஓகே, ஆல் தி பெஸ்ட். ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഐ എം അശോക് കുമാർ. ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആണ്. ഇരിക്കൂ. താങ്ക് യു സാർ. ശിവൻകുട്ടിയെ വരാൻ പറയും. കാലത്ത് ചായ കുടിച്ചിട്ടാണോ വന്നത്? അതെ സാർ. ഒന്നുകൂടി കുടിച്ചാലോ? വിരോധമില്ല. മതി സാർ. സാർ കഴിക്കുന്നില്ല? ഇല്ല, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. മധുരം ഇത് മതിയാവും. ഞാൻ മധുരം കുറച്ചേ കഴിക്കൂ. ഈ ഡയബറ്റിക് എപ്പോഴാ നമ്മുടെ കയറി പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. യെസ്, കം ഇൻ. ഇവിടത്തെ സീനിയർ അക്കൗണ്ടന്റ് ആണ് ശിവൻകുട്ടി. ഹലോ, നമസ്കാരം. ഇത് അസിസ്റ്റന്റ് മാനേജർ അനിൽകുമാർ. അശോക് കുമാർ. അശോക് കുമാർ. ശിവൻകുട്ടി, അശോക് കുമാറിന് സീറ്റ് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ കമ്പനിയെ പറ്റി യഥാർത്ഥ ഒരു പിക്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ശരി സാർ. ഈ കമ്പനിയിലെ ചീഫ് എന്ന് പറയുന്നത് ഈ ധനപാലനാണ്. പ്ലീസ് ചെല്ലു. വരൂ. കുട്ടി, ഇതാണ് നമ്മുടെ പുതിയ അസിസ്റ്റന്റ് മാനേജർ അശോക് കുമാർ. നമസ്കാരം. ഇതാ സാർ, രജിസ്റ്ററിൽ 9 മണിക്ക് മുമ്പ് ഒപ്പിടണം. 9 മണിക്ക്. ശരി.
ശരി വരൂ. ഡോ, ഇത് അശോക് കുമാർ, നമ്മുടെ പുതിയ അസിസ്റ്റന്റ് മാനേജർ. ആ മനോജ്, ഇത് നമ്മുടെ പുതിയ അസിസ്റ്റന്റ് മാനേജർ അശോക് കുമാർ. സർ പ്രസാദ്, ഇത് സുഗന്ധ്. സർ ഇതാണ് സാറിന്റെ ക്യാബിൻ. ഇനി എല്ലാവരും അവരുടെ സീറ്റിൽ പോയേ. അല്ല സാറെത്തിയോ? ആഫീസ് നേരത്തെ വിട്ടോ? അല്ല, നിങ്ങൾ ആ കുഞ്ഞിന്റെ അടുത്ത് നിൽക്കാതെ മുറുക്കാനും ചോദിച്ചോണ്ട് മുറ്റത്തൊന്നും നിൽക്കുകയാണോ? മുറ്റം മൊത്തം വൃത്തികേടായി കിടക്കുകയായിരുന്നു മോനെ. ഞാനെല്ലാം ഒന്ന് വൃത്തിയാക്കുകയായിരുന്നു. പരിസര ശുചിത്വം കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. ഇതാണോ പരിസര ശുചിത്വം? അശോകേട്ടാ, ആഹാ, എത്തിയോ? ആ മോളെവിടെ? അവള് സുഖം ഉറക്കം. എങ്ങനെയുണ്ട് പുതിയ ജോലി? കൊള്ളാം, അടിപൊളി. ആ നിക്കേ, ചോദിക്കട്ടെ. ഓഫീസില് പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ? പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ അത്ര പോരാ. അശോകേട്ടൻ. ആ പിന്നെ മോളുടെ ജാതകം ഒന്ന് എഴുതിക്കണം. നല്ല എഴുത്തുകാരെ കൊണ്ട്, ജോത്സ്യരെ കൊണ്ട്. എങ്കിൽ നമുക്ക് ആ പണിക്കരി തന്നെ കാണാം. ചുട്ട കോഴിയെ ചിക്കൻ കറി വെച്ച് തിന്നുന്ന ആളാ. ആ അത് കാണാം. ആദ്യം ചായ എടുക്ക്. തുപ്പരുത്, തുപ്പരുത്. അശോക് സാറേ, അശോക് സാറേ, അശോക് സാറേ, അശോക സാറേ, പിന്നെ എന്റെ ചെരുപ്പ് രണ്ടും അങ്ങോട്ട് മാറിപ്പോയി, അത് ശരിയാക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞ് ജോലി കിട്ടിയല്ലേ. മഹേന്ദ്ര എക്സ്പോർട്ടിംഗ് കമ്പനി ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണ്. സാറ് ചെലവ് ചെയ്യണം, അല്ല ഞങ്ങൾ വിടത്തില്ല. എനിക്ക് ഓഫീസിൽ വന്ന നേരമായി. ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുത്തെന്ന് ഒരു കുഴപ്പമില്ല. സാർ ചെലവ് ചെയ്യേ. ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. പിന്നെ കേറിട്ട് ഇറങ്ങാതിരിക്കും. ഇതെന്താ എവറസ്റ്റ് കൊടുമുടിയാ? ഒന്ന് പോ സാറേ അവിടുന്ന്. പിന്നെ ഒരു ദിവസത്തെ ലീവ് കിട്ടില്ലെന്ന് സാറ് പറയണ്ട. സാറ് ചെലവ് ചെയ്തിട്ട് പോയാൽ മതി. അത് തന്നെ. വാ സാറേ, ഒരു പാർട്ടി നടത്തിട്ട് പോ. എങ്ങോട്ട്? നമുക്ക് ബാറിൽ പോകാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിറ്റി ബാറിലോട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് കുപ്പിക്കെട്ട് വരുത്താം. അതൊന്നും ശരിയാവില്ല. നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് വൈകുന്നേരം ഞങ്ങള് ഓഫീസിൽ വന്ന് പിക്ക് ചെയ്തോളാം. വൈകുന്നേരം എനിക്ക് MD യുടെ കൂടെ ഒരു സ്ഥലം വരെ പോണം. നിങ്ങളൊരു കാര്യം ചെയ്യും. എന്ത് കാര്യം? എനിക്ക് ജോലി കിട്ടിയ സന്തോഷം നിങ്ങൾ പോയി ആഘോഷിക്കും. അതല്ലേ നല്ലത്. കുറച്ച് അടിപൊളി ആയിക്കോട്ടെ. ബാലൻസ് നിങ്ങൾ വെച്ചോ. 50 രൂപ അടിപൊളി. ഒരു 50 രൂപ മേടിക്കാൻ, 50 ആഘോഷിക്കാൻ, ജോലി കിട്ടിയ ആഘോഷിക്കാൻ 50 രൂപ. ഇത് പിടിച്ച സാറിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല. സാറ് പോയി ഒരു 4 കവർ പാല് മേടിച്ചു കേട്ടാ. അയ്യേ, 50 രൂപ പാർട്ടി നടത്താൻ നടക്കുന്നത് നാടകല്ലേ സാറേ. ഞങ്ങൾ 100 രൂപ അങ്ങോട്ട് വരാം, പോയി കൂടി. കേട്ടാ കഷ്ടം. 50 രൂപ പാർട്ടി നടത്താൻ നടക്കുന്നത് നാണല്ലേ സാറേ. എടുത്തില്ല. അതിലൂടെ 75 രൂപ ഞങ്ങൾ തരാം. പോയൊരു പൈറ്റ് എടുത്ത് അടി പോ സാറേ. അതിലൂടെ നടന്നാ പോ. ആരാത്? നമുക്ക് അപ്പോടക്കിട്ട് ടാറ്റ പോണ്ടേ? ആ നമ്മൾക്ക് എന്താ നമുക്ക് ടാറ്റ പോണ്ടേ? ആ എന്താടാ കണ്ണാ, നമുക്ക് പോട്ടോ. ആഹാ, അശോകൻ ഇതുവരെ റെഡി ആയിട്ടില്ലേ? പറഞ്ഞ സമയത്ത് തന്നെ എത്തണം. തിരക്കുള്ള ആളാ പണിക്കര്. എനിക്ക് ജോലി കിട്ടിയ വിവരം നീ ജവഹർ കോളനിയിൽ ആരോടെങ്കിലും പറഞ്ഞു? ആ പറഞ്ഞു. പൊന്നമ്മ വിളിച്ച് കുശലം തിരക്കിയപ്പോ ഞാൻ ജോലിക്കാര്യം പറഞ്ഞു. അത് വേണ്ടായിരുന്നു. ആ ബാലപ്പന്റെയും തങ്കപ്പന്റെയും കയ്യിൽ നിന്ന് ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടു പോന്നു. എന്തു പറ്റി? ഒന്നുമില്ല, ജോലി കിട്ടിയതിന്റെ ചെലവ് ചെയ്യാൻ. കല്യാണം കഴിച്ച ചെലവ്, കുഞ്ഞ് പറഞ്ഞ ചെലവ്, ജോലി കിട്ടിയ ചെലവ്. മനുഷ്യന് റോഡിലിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതൊക്കെ ഒരു സന്തോഷമല്ല എന്റെ അശോകേട്ടാ. അത് അവർക്ക്. എനിക്ക് തീരെ സന്തോഷം തോന്നുന്നില്ല. ഒരു പെൺകുഞ്ഞാ വളർന്നു വരുന്നത്.
ഇപ്പോഴേ എന്തെങ്കിലും സേവ് ചെയ്യാൻ ആ കള്ള പരീക്ഷകൾ സമ്മതിക്കില്ലെന്ന് വെച്ചാ അടുത്ത മാസം മോളുടെ പേരിൽ ഒരു പോളിസി എടുക്കണം. അതൊക്കെ എടുക്കാം എന്റെ അശോകേട്ടാ. അല്ല, നിങ്ങൾ ഇതൊരു വർത്താനം പറഞ്ഞു കഴിഞ്ഞില്ലേ? ആ ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്യുന്നു. ഓട്ടോയിൽ പോയ 10 രൂപ ബസ്സിൽ പോയാ പോരെ? അശോകേട്ടാ എണീറ്റേ പോവാം. വാ നമുക്ക് ടാറ്റ പോണ്ടേ. നമുക്ക് ജോത്സ്യരെയൊക്കെ കണ്ട് മിടുക്ക വാവയായിട്ട് പോയിട്ട് വരാട്ടോ. രക്ഷിതാക്കൾക്ക് ഭാഗ്യം കൊണ്ട കുഞ്ഞു പൂജാതനായിരിക്കുന്നത്. കുട്ടിയുടെ ജനനത്തോടെ അതിന്റെ ചില പ്രതിഫലനങ്ങൾ കാണാനുണ്ട് അല്ലേ? നിങ്ങളുടെ ജോലി, പണമിടപാടുകൾ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, മാനഹാനി ഇതൊക്കെ മാറിക്കാണുമല്ലോ. അഷ്ടമത്തിൽ ശനിയുടെ അപഹാരമുള്ള ജാതകമാണ് നിങ്ങളുടേത്. മകളുടെ ജനനത്തോടെ അത് മാറിക്കിട്ടി. ഇപ്പോൾ ലഭിച്ച ജോലിയേക്കാൾ വലിയ വരുമാനമുള്ള ഒരു ജോലി നിങ്ങളെ കാത്തിരിക്കുന്നു. ഉടനെ അങ്ങനെ നടക്കുവോ? നടക്കും. പക്ഷെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ജോലിയാണ്. അത് ഞാൻ വേണേ കളയാം. അവിടെയാണ് പ്രശ്നം. ലഗ്നാധിപൻ അനുകൂല ഭാവത്തിൽ മീനം രാശിയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ മറ്റൊരു ജോലി ലഭിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ജോലി സ്വമേധയാ ഉപേക്ഷിക്കാൻ പാടില്ല. ലഗ്നാധിപൻ വയലന്റ് ആവും. നിങ്ങളുടെ മേലധികാരി നിങ്ങളെ ജോലി സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രമേ മറ്റൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി വരുമാനമുള്ള വേറൊരു ജോലി, അതും വിദേശത്ത്. അപ്പോ ഈ ജോലി വേണ്ടെന്ന് വെച്ചാ പോരെ? പോരാ. നിങ്ങളുടെ മേലധികാരി തീരുമാനിക്കണം നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച്. ഇനി മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല. മകളുടെ ജാതകം ഞാൻ എഴുതി വെച്ചോളാം. അടുത്ത ഞായറാഴ്ച ഒന്ന് വാങ്ങിച്ചോളൂ. പണിക്കര് പറഞ്ഞ അത് അച്ചിട്ടാ മോളെ. ആ അശോകേട്ടന്റെ നാള് വെച്ച് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയല്ലേ? എന്റെ മോൻ ദിവാകരനോട് പണിക്കര് ഒരു ഉപദേശം കൊടുത്തതാ മോളെ. എന്ത്? അവൻ ഓടിച്ചോണ്ടിരുന്ന ടാക്സി കാർ വിറ്റിട്ട് ഒരു കുതിരയെ വാങ്ങാൻ. കേട്ടവരൊക്കെ അത് കേട്ട് ചിരിച്ചു. നിന്നാണ് മോളെ എനിക്കെന്തോ അതിലൊരു നേര് തോന്നി. ദിവാകരനോട് ഞാൻ പറഞ്ഞു, മോനെ നീ എത്രയും പെട്ടെന്ന് കാറ് വിറ്റിട്ട് ഒരു കുതിരയെ വാങ്ങി ടാക്സി ആയിട്ടിടാൻ. എന്നിട്ട് ഓടിച്ചോ? പിന്നെ അല്ലാതെ കാറ് വിറ്റിട്ട് ഒരു വെളുത്ത അംബാസഡർ കുതിരയെ മേടിച്ചു നേരെ ഊട്ടിയിലേക്ക് വിട്ടു. ഇപ്പൊ ലോകത്തുള്ള സകല സായിപ്പന്മാരും മദാമ്മകളും അവന്റെ അടുത്താ കുതിര കയറാൻ വരുന്നത്. അത്രയ്ക്ക് കുഴപ്പക്കാരനാണോ? എന്ത് കുഴപ്പം? അല്ല, എല്ലാരും കുതിര കയറാൻ മോന്റെ അടുത്ത് വരുന്നു പറഞ്ഞത്. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഈ ടൂറിസ്റ്റുകള് അവരെ കുതിരപ്പുറത്ത് കയറ്റി ഊരുചുറ്റി കാണിക്കുന്നതേ എന്റെ മോനാ ദിവാകരൻ. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ മോളെ. എനിക്കെന്തോ ഇതിലൊരു വിശ്വാസം വരുന്നില്ല. മേലധികാരിയെ കൊണ്ട് ഗെറ്റ് ഔട്ട് പറയിപ്പിക്കണമെന്ന്. അശോകേട്ടാ, പണിക്കൊരു ജോത്സ്യത്തിലൊക്കെ നല്ല അറിവുള്ള ആളല്ലേ? ഉള്ള ജോലി പോയി കിട്ടും. സംഭവിക്കാൻ പോകുന്ന അതാ. എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? ഇപ്പൊ കിട്ടുന്നതിന് 10 ഇരട്ടി വരുമാനമുള്ള ജോലി കിട്ടുന്നല്ലേ പറഞ്ഞത്? അതെ. ആ സ്ഥിതിക്ക് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കരുതോ? അത് വേണോ? അല്ല, അറിയാലോ ഈ പണിക്കരുടെ കണ്ടുപിടുത്തം ശരിയാണോ അല്ലയോ എന്ന്. ശരിയായില്ലെങ്കിൽ അശോകേട്ടനാണ് സത്യം,
ഞാൻ ഇനി ഇതിലൊന്നും വിശ്വസിക്കല. യുക്തിവാദിയാകും ഞാൻ, യുക്തിവാദി. ആ എന്തായാലും ഞാനും നോക്കട്ടെ. എന്ത് പറഞ്ഞ എം ഡിയെ കൊണ്ടൊന്ന് ഗെറ്റ് ഔട്ട് അടുപ്പിക്കുക. ആരടാ ധനപാലൻ? മിസ്റ്റർ അശോകൻ, എന്തോ 12 മണിക്കാണ് ഓഫീസിലോട്ട് കയറി വരുന്നത്. എനിക്ക് തോന്നുമ്പോ ഞാൻ വരും, എനിക്ക് തോന്നുമ്പോ ഞാൻ പോകും. തന്ത തന്തയ്ക്ക് പറയും. ഞാൻ എന്റെ തന്തയെ പറ്റി പറയാൻ തുടങ്ങുകയായിരുന്നു. അറിയോ, എന്റെ തന്ത മഹാദേവ മുതലാളിയായിട്ട് തുടങ്ങി വെച്ച ഒരു കമ്പനിയാണിത്. ഈ കമ്പനി എങ്ങനെ പോണമെന്നും എങ്ങനെ നടത്തണമെന്നും തീരുമാനിക്കേണ്ട ഞാനാണ്. അല്ലാതെ എന്റെ ശമ്പളവും വാങ്ങി ജോലി ചെയ്യാണ്ട് എന്റെ മുമ്പിൽ കിടന്ന ആളായോണ്ടല്ലോ അടിച്ച് കണ്ണു ഞാൻ പൊട്ടിക്കും. താൻ പോടോ, ചുമ്മാ പേടിപ്പിക്കാതെ. തനിക്ക് BP കൂടുതലാന്ന് തോന്നുന്നു. പോയാ AC-യുടെ തണുപ്പ് കൂട്ടി ഇച്ചിരി അവിടെ പോയിരിക്കും. പോ. നീ എന്താ പറഞ്ഞത്? ദേ എന്റെ മുഖത്ത് നോക്കി അലവലാത്തരം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ AC കൂട്ടിട്ട് അവിടെ പോയി ഇരിക്കടോ. പോടോ. തന്റെ കോപ്പിലൊരു കോട്ടും. Get out! I see you. Get out! മിസ്റ്റർ അശോകൻ, അശോകൻ, മിസ്റ്റർ അശോകൻ, എഴുന്നേക്കണ്ട, ഇരുന്നോളൂ. മിസ്റ്റർ അശോകൻ ഈ ലോകത്തല്ലായിരുന്നു തോന്നുന്നു. ഞാൻ ഉറങ്ങിയല്ലേ? ചെറുതായിട്ട്. ഉറങ്ങാൻ ഇതൊരു സർക്കാർ സ്ഥാപനമല്ലെന്ന് മിസ്റ്റർ അശോകൻ ആദ്യം മനസ്സിലാക്കണം. സോറി സർ. സാരമില്ല. ഇന്നലെ കമ്പനിക്ക് വേണ്ടി പുതിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഏൽപ്പിച്ചിരുന്നല്ലോ. അതെ. അതിന്റെ തിരക്ക് കാരണം ഉറങ്ങിക്കാണില്ലല്ലേ? അതെ സർ. ഇന്നലെ കിടന്നപ്പോ 12:30 ഓഹോ, അതുവരെ ഇരുന്നുറങ്ങിയായിരുന്നു. സൈലൻസ്, സൈലൻസ്, സൈലൻസ്. എല്ലാരും വന്നേ, ഇങ്ങോട്ട് വന്നേ. യുവർ ഓൾ ഓഫ് യു, വരൂ, വരൂ. എല്ലാരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതൊരു മാനേജ്മെന്റ് സ്ഥാപനമാണ്. ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ടത് ഞാനല്ല, നിങ്ങളൊക്കെയാണ്. നിങ്ങൾ ഉഷാറായിട്ട് പെരുമാറിയാൽ മാത്രമേ നിങ്ങൾക്ക് വില കിട്ടൂ. മനസ്സിലായോ? മിസ്റ്റർ അശോകൻ, ഇനിമേലിൽ നിങ്ങൾ ഓഫീസിൽ നിന്ന് ഉറങ്ങുന്നത് ഞാൻ കാണരുത്. അങ്ങനെ ഉറങ്ങണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ MD-യുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടെ കിടന്നുറങ്ങൂ. ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. എല്ലാരും പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ, സീറ്റ് പൊയ്ക്കോളൂ. കളഞ്ഞു. നല്ലൊരു ചാൻസ് ആയിരുന്നു അശോകേട്ടൻ കളഞ്ഞത്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് അയാളെ കൊണ്ട് ഗെറ്റ് ഔട്ട് അടുപ്പിക്കാൻ മേലായിരുന്നോ? ഉറങ്ങിപ്പോയതിനെ എന്നെ അങ്ങനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നില്ലേ ഞാൻ വിചാരിച്ചത്. ഈ അശോകേട്ടൻ തിരിച്ചെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ അയാൾ അപ്പോഴേ ഗെറ്റ് ഔട്ട് അടിച്ചേനെ. ഇതുപോലൊരു അവസരം കൈവരുവോ? കൊള്ളാം, ഇത് നല്ല തമാശ. ജോലി കിട്ടി മാസം 1 ആയില്ല, സമയം കിടക്കല്ലേ. പണിക്കര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നു അത്രയും നല്ലതെന്നാ. നീ വിഷമിക്കണ്ട. ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ച് പുറത്താക്കാൻ വലിയ സമയവും സാവകാശവും ഒന്നും വേണ്ട. എത്രയും വേഗം ഞാൻ ശരിയാക്കി എടുക്കും. ഇനി ഇങ്ങനൊരു വിശേഷമായിട്ട് അശോകേട്ടൻ വരാവൂ. ഏറ്റല്ലോ? ഏറ്റു. പാലപ്പാ നിന്നേ. എന്താ പാലപ്പാ, കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്ത പോലെ. നിങ്ങളൊക്കെ ആര്? വലിയ വലിയ ഓഫീസർമാര്. നമ്മൾ ഒരു പൊളിറ്റീഷ്യൻ. താ എന്താടോ പാലപ്പാ ഒരുമാതിരി അന്യരെ പോലെ. അന്ന് ജോലി കിട്ടിയ പാർട്ടി നടത്താൻ പറഞ്ഞപ്പോഴേ ഞാൻ കണ്ട് അശോക് സാറിന്റെ പോസ്. അത് പിന്നെ ജോലിക്ക് കയറിയിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ. പെട്ടെന്ന് ചോദിക്കാതെ അവധി എടുക്കാന്നൊക്കെ പറഞ്ഞ പിന്നെ ഇപ്പൊ എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലും സാരമില്ല. കാരണം എനിക്ക് വലുത് എന്റെ സുഹൃത്ത് ബന്ധമാണ്. പിന്നെ പാലപ്പം വല്ലതും കഴിച്ചോ? സത്യം പറ, കഴിച്ചോ? ഞങ്ങള് രാഷ്ട്രീയക്കാര് കള്ളം പറയാറില്ല. സത്യം പറയാലോ, നല്ല വിശപ്പുണ്ട്. എങ്കി വാ, വണ്ടി എടു. കേറ് സാറേ.